കുരുമുളക് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂണാണ് എടുത്തത്. പിന്നെ കുറച്ച് ഗരം മസാല കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. കുരുമുളകും ഗരം മസാല ഇട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് ഞാൻ ഒരു സവാളയും കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് പെരുംജീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചത്. ബീഫ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് കുറുകി വന്നതിന് ശേഷം ബീഫിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ബീഫ് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി കൂടി നമുക്ക്